എടാ മൊയ്തീനെ, ഒരു കാപ്പി എടുത്തേ. ഇന്നെന്താ പുതിയ ആളാ? പോകരിക്ക എവിടെ? വീട്ടിൽ പോയിരിക്കാം. ഇന്ന് ഞമ്മളാ ബിസിനസ് ഇൻചാർജ്. ഒരു കാപ്പി എടുക്കടാ. നിക്ക് ആ കാശ് കാശുണ്ടാ? എടാ ചെറുക്കാ, ഞാൻ ഈ ചന്തയിലെ എത്ര കാലം കൊണ്ട് കച്ചവടം ചെയ്യുന്നതാണെന്ന് നിനക്കറിയാമോ? എന്നിട്ട് നീ എന്നോട് മുമ്പേ കാശ് ചോദിക്കുന്നോ? ഇമ്മിണി നേരത്തിനങ്ങോട്ട് കയറ്റി ഇരുത്തിയപ്പോഴേ ചെക്കനങ്ങ് മുതലാളിയായി. ഇക്കണക്കിന് നിന്റെ 4 കാശ് വന്നാലോടാ. അപ്പൊ ഞമ്മളൊരു ഹോട്ടൽ തുടങ്ങും. അന്ന് മേരിയക്കനൊരു ചാപ്പാട് ഫ്രീ. നിന്റെ ഒരു ഫ്രീയും വേണ്ട. എനിക്കറിയാം പച്ചക്കറി വിറ്റ് ജീവിക്കാൻ. നിന്റെ പൂത്ത കടല പോലല്ല. മേരിയക്ക, നിങ്ങൾ അളിഞ്ഞ പച്ചക്കറിയുടെ വർത്തമാനം നമ്മളടുത്ത് പറഞ്ഞാലുണ്ടല്ലോ. ആ എന്താടാ നീ പറഞ്ഞത്? എന്റെ പച്ചക്കറി അളിഞ്ഞതാണെന്നോ? നീ കണ്ടോടാ? പിന്നെ എന്റെ കടല പൂത്തതെന്ന് പറഞ്ഞതോ? നിങ്ങൾ തിന്നു നോക്കിയിട്ടുണ്ടോ? എന്താണ് കാതറൂട്ടിയോടെ ഒരു ബഹളം? ആ കാതറൂട്ടി, നമ്മൾ രണ്ടും കച്ചവടക്കാരാ, വഴക്ക് വേണ്ട. അപ്പൊ മേരിയക്കന് നമ്മുടെ ചെലവിലൊരു കാപ്പി. എടാ മൊയ്തീനെ, മേരിയക്കന് കാപ്പി കൊടു. ഇക്കണക്കിന് ചെറുക്കൻ ആ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാലേ നിലത്തൊന്നും ആയിരിക്കില്ല. പിന്നെ നമ്മള് സുൽത്താനല്ലേ, കാദർ സുൽത്താൻ. എന്നോട് സംസാരിക്കാൻ പോലും വെറുപ്പാണല്ലേ? ഞാനതിൽ തെറ്റ് കാണുന്നില്ല. പുലിയുടെ കുഞ്ഞ് പൂച്ചയായിരിക്കില്ലല്ലോ. ഞാനല്പം തിരക്കിലാണ്. ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം പറയട്ടെ. മാത്യൂസിന്റെ ദുഃഖങ്ങൾ നിശബ്ദമായിട്ടെങ്കിലും പങ്കിടാൻ മറ്റൊരാൾ കൂടി ഉണ്ടെന്ന് വിശ്വസിക്കൂ. അതെ, എനിക്കെല്ലാം അറിയാം. മരണം വരെ തടവിന് വിധിക്കപ്പെട്ട എനിക്ക് മറ്റൊന്നും ചെയ്യാനാവില്ല. എന്റെ ദുഃഖങ്ങൾ മറ്റൊരാൾക്ക് താങ്ങാനാവുന്നതല്ല. അതും ചുമന്ന് ഞാൻ ജീവിക്കുന്നത് എന്റെ പ്രതികാരത്തിന് വേണ്ടിയാണ്. മാത്യൂസിന്റെ ദുഃഖങ്ങൾ ആരോടും പറയാം, പ്രതികാരം ചെയ്യാം. പക്ഷേ ഇതിന് രണ്ടിനും കഴിയാത്ത പാപിയാണ് ഞാൻ. ദുഃഖവും ചുമന്ന് ജീവിക്കുന്നത് നിന്റെ പ്രതികാരത്തിന് വേണ്ടിയാണല്ലേ? അതേടാ, പക്ഷെ അത് ഞാൻ ചെയ്യുന്നത് നിന്റെ പെങ്ങളെ നശിപ്പിച്ചിട്ടായിരിക്കില്ല. അങ്ങനെ ചെയ്യാൻ നിന്നെ പോലെ ഞാനൊരു വിത്ത് കളയുമല്ല. വെരി ഗുഡ്, ഡയലോഗ് കൊള്ളാം. അത് എന്റെ യോഗ്യതകളിൽ ഒന്നാണ്. എന്നാൽ നീ പറഞ്ഞത് എന്റെ യോഗ്യതയും. പക്ഷേ അത് അധിക നാൾ കൊണ്ടു നടക്കാൻ ഞാൻ അനുവദിക്കില്ല. അത് നിശ്ചയിക്കുന്നത് നീയല്ല. നിന്നെ സംബന്ധിച്ചിടത്തോളം അത് നിശ്ചയിക്കുന്നത് ഞാൻ തന്നെ. നിന്നെ ഞാൻ ഇപ്പൊ കൊല്ലുന്നില്ല. എനിക്കാദ്യം വേണ്ടത് നിന്റെ തന്തയാണ്.
എടീ, നീ ആ മത്തായിയോട് സംസാരിക്കല്ലേ? എനിക്കെന്തുകൊണ്ട് മത്തായിയോട് സംസാരിച്ചുകൂടാ? ഈ കുടുംബത്തിൽ ഓരോരുത്തരെയും കൊണ്ടുവന്ന് പ്രതിജ്ഞയെടുത്ത് നടക്കുന്നവനാണ് അവൻ. ഞാനും ഈ കുടുംബത്തിലെ ഒരു അംഗമാണ്. എനിക്കങ്ങനെ തോന്നിയില്ല. കണ്ണിക്കണ്ട തെമ്മാടികളോട് ശൃംഗരിക്കാൻ നടന്നിട്ട് നീ ഇപ്പൊ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ശൃംഗരിച്ച് മുതലെടുക്കാനും തിരിഞ്ഞു നിന്ന് അറിയില്ലെന്ന് പറയാനും എനിക്കും കഴിയണ്ടേ? ഞാൻ അച്ചായന്റെ പെങ്ങളല്ലേ? അതിലെനിക്ക് ആപത്തെന്ന് കണ്ടാൽ ഒരു രാത്രി കൊണ്ട് ശത്രുവിനെ കുഴി തോണ്ടി മൂടാൻ എന്റെ അപ്പച്ചന് കഴിയും. ഞാൻ അലക്സാണ്ടർ മുതലാളിയുടെ മകളാണ്. ശ്രീപത്മനാഭ, ഇന്നിതുവരെ എന്റെ കയ്യിൽ കാരണ പോലും തടഞ്ഞില്ലല്ലോ. കണികാലം നേരം കമലനേത്രന്റെ നിർത്തണോ? ഈ വണ്ടിക്ക് ലൈറ്റ് ഇല്ലോടോ? വേണ്ട, ഇപ്പൊ പകലല്ലേ. അപ്പൊ ഇത് തന്നെയല്ലേ താൻ രാത്രിയിൽ അല്ല, ഓടിക്കില്ല? അത് വേറെ വണ്ടിയുണ്ട്. ഏത് ലൈറ്റ് സമയത്ത് വേണ്ട. ഇതിന് ബ്രേക്കില്ലോടോ? നേവലം ക്രമാണിത്. തന്റെ പേരിൽ ഞാൻ കേസ് ചാർജ് ചെയ്യുമെന്ന്. കേസ് തെറ്റിയ സെക്കൻഡ് ക്ലാസ്സിലാ വരുന്നത്. ഞാൻ നോക്കിക്കോളാം. ഓ, തനിക്ക് IPC എന്താണെന്നറിയാമോ? ഇത് തന്നെ എന്നോട് വക്കീൽ അദ്ദേഹം ചോദിച്ചു. പിള്ളേരല്ലേ, നിയമവശൊന്നും വലിയ പേടിയുണ്ടാവില്ല. ഞാൻ പറഞ്ഞു കൊടുത്തു. അല്ല, IPC മാത്രം അറിഞ്ഞാൽ മതിയോ, അതല്ല VIPC കൂടി അറിയണം? അതെന്തൊരു അതറിയില്ല. കേട്ടോളൂ, നാട്ടിൽ നടക്കുന്ന തുക്കട അലവല കേസുകളുണ്ടല്ലോ, അതും തന്നെപ്പോലുള്ളവർ ചാർജ് ചെയ്യുന്ന കേസിന്റെ പേരാണ് IPC. ശിവ പറഞ്ഞു, വലിയ വലിയ പണക്കാരുടെ മേലുള്ള വലിയ വലിയ കേസുകളുണ്ടല്ലോ, പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ട് പ്ലെയിനിൽ കൊണ്ടുവരിക, അതിന്റെ പേരാണ് VIPC. അതായത് വെരി ഇമ്പോർട്ടന്റ് കേസ്. എന്തോന്ന്? ദാറ്റ് മീൻസ് അത് തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞു. അത് തന്നെ. ഞാൻ പറയാം, എന്റെ പൊന്നു കുട്ടമ്പിള്ള, അതുപോലെ ഒരു കേസ്, ഒരു സൂട്ട് കേസ് എന്റെ പേരിൽ ചാർജ് ചെയ്യും. എനിക്ക് പ്ലെയിനിൽ കയറാനുള്ള പൂജ്യമാണ്. അത് നടപ്പില്ല. അങ്ങനെ ഒരു ചാൻസ് വന്നാലേ ഈ SP മാരായിരിക്കും പ്രതി അറസ്റ്റ് ചെയ്യാൻ പോവാ. അത് പോട്ടെ. തന്റെ സ്വഭാവം എന്താ മാറ്റില്ല അല്ലേ? തന്നെ എഴുതിന്റെ എനിക്കും നേരം വെളുത്തതിന് ശേഷം നയാ പൈസ കിട്ടിയില്ല. എന്ന് നമുക്ക് ഒരുമിച്ച് ചുറ്റാ. എന്നൊരു കാര്യം ചെയ്യാം, കിട്ടുന്നതിന്റെ പാല് തനിക്കും പാതി എനിക്കും. അതൊക്കെ പറയണോ? വല്ലതും കേൾക്കും. ഒരുത്തം വരുന്നു. റിപ്പറാണെന്നാ തോന്നുന്നത്. റിപ്പർ? എന്ത് റിപ്പർ? കൊട റിപ്പർ, വാച്ച് റിപ്പർ? താനെന്ത് റിപ്പറെ പറ്റി പറയുന്നു?